تنحى يا حزن واهجر فؤادا توكل بجد بعزم فصيح فإني علمت بأنك نجوى. Alhamdulillah Rabbil Alameen. Allahumma salli ala Muhammad. പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ, I welcome all of you with Islamic greeting. Assalamu alaikum wa rahmatullahi wa barakatuh. May peace and mercy and blessings of Allah subhanahu wa ta'ala be upon all of you. ആലിം ലേണിങ്ങിൻ്റെ ഇസ്ലാമിക് പാരൻറ്റിംഗ് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഇസ്ലാമിക് പാരൻറ്റിംഗ്. എന്തുകൊണ്ടാണെന്നറിയോ? നാളെ നമ്മുടെ സ്വർഗത്തിൽ നമ്മുടെ പൊസിഷൻ തീരുമാനിക്കാൻ ഒരുപക്ഷെ ഈ ഒരു ക്ലാസ്സിന് അയക്കാം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഒന്നിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ സ്വർഗ്ഗത്തിൽ നാളെ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഉന്നതമായ പൊസിഷനിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെ കാണുമ്പോൾ കൺകുളിർമയേകുന്ന മക്കളെ നർച്ചർ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഈ ഒരു ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മക്കളെ ഇരു ലോകത്തും വിജയിക്കുന്ന യഥാർത്ഥ വിജയികളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും ഇൻഷാ അല്ലാഹ്. സോ ലൈഫിൽ വളരെയധികം ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ ഒരു ശത്രുണ്ട്. ഹു ഈസ് ഗോയിങ് ടു ബി യുവർ എനിമി? ഇബ്ലീസാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. ഷൈത്താൻ എന്ത് ചെയ്യുന്നറിയും? നിങ്ങൾ ഈ ക്ലാസ് ഫിനിഷ് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കില്ല. ഐ എം ഷുവർ ഇത് പഠിക്കുന്ന എല്ലാവരും ഈ കോഴ്സ് ഫിനിഷ് ചെയ്യില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഒരു 30%, 20% ആളുകൾ ഈ കോഴ്സ് ഫിനിഷ് ചെയ്ത് ഇതിലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ തന്നെ അൽഹംദുലില്ലാ ഐ എം സാറ്റിസ്ഫൈഡ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 20% ആളുകൾ നിങ്ങളെല്ലാവരും പെടാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. കാരണം നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാൻ പോകുന്ന സമയത്ത് ഇബ്ലീസ് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ട് പല നെഗറ്റീവ് തോട്ട്സും ഉണ്ട്. നമ്മളത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ജനറേഷൻ പോലും, അപ്കമിങ് ജനറേഷൻ പോലും നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ പറ്റും. കാരണം നിങ്ങളുടെ ഫ്യൂച്ചർ ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളുടെ മക്കളാണ്. അപ്പോൾ നമ്മുടെ മക്കളെ നമുക്ക് നല്ല രീതിയിൽ നർച്ചർ ചെയ്യുന്നതിലൂടെ അവർ നല്ല മക്കളായി മാറും, അവർ നല്ല പേരൻസായി മാറും, അവരുടെ മക്കൾ നല്ല പേരൻസായി മാറും. അങ്ങനെ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനെ പോലും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്സിലേക്ക് വരാം. നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു? നമ്മുടെ ടോപ്പിക്കാണ് ഇസ്ലാമിക് പാരൻറ്റിങ്, അല്ലേ? ഇസ്ലാമിക് പാരൻറ്റിങ് ആണ് നമ്മുടെ ടോപ്പിക്ക്. നമുക്കൊക്കെ മക്കളെ നൽകിയിട്ടുണ്ടല്ലോ അല്ലാഹു. നിങ്ങൾക്ക് മക്കളുണ്ടോ? മാഷാ അല്ലാഹ്. അധികം ആൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ ഗിഫ്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാ എനിക്കും മക്കളുണ്ട്. ചില ആൾക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആൺകുട്ടികൾ കൊടുക്കുന്നു, ചില ആൾക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പെൺകുട്ടികൾ കൊടുക്കുന്നു, ചില ആൾക്കാർക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മിക്സ് ചെയ്ത് കൊടുക്കുന്നു. എന്നാൽ ചില ആൾക്കാർക്കോ മക്കളെ ഇല്ല, അല്ലേ? അങ്ങനെ ആൾക്കാർ നമ്മൾ കണ്ടിട്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കൾ എന്ന സമ്മാനം അല്ലാഹുവിൽ നിന്ന് കിട്ടാത്ത ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെന്താ ഇങ്ങനെ? എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കയ്യിൽ മക്കളെ തന്നിട്ടുള്ളത്? എന്തിനാണ് അല്ലാഹു നിങ്ങളുടെ കയ്യിൽ മക്കളെ നൽകിയിട്ടുള്ളത്? വിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് മക്കളെ നൽകിയതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആയത്തൊന്ന് കേട്ട് നോക്കിയാലോ? ലില്ലാഹി മുൽകുസ് സമാവാതി വൽ അർദ് യഖ്ലുഖു മാ യശാ يهب لمن يشاء إناثا ويهب لمن يشاء الذكور أو يزوجهم ذكرانا وإناثا ويجعل من يشاء عقيما ഇന്നഹു അലീമുൻ ഖദീർ. ഓക്കെ, ഈ ആയത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അള്ളാഹുവിനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ പെൺമക്കളെ നൽകുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺമക്കളെ നൽകുന്നു, അല്ലെങ്കിൽ ആൺമക്കളെയും പെൺമക്കളെയും ഇടകലർത്തി നൽകുന്നു. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വന്ധ്യരാക്കുന്നു. ഓക്കെ, തീർച്ചയായും അവൻ സർവജ്ഞനും സർവശക്തനുമാകുന്നു. സോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആൺകുട്ടികളെ നൽകിയിട്ടുണ്ടെങ്കിലും പെൺകുട്ടികളെ നൽകിയിട്ടുണ്ടെങ്കിലും അത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ നൽകിയിട്ടില്ല, അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണെന്നും നമ്മൾ മനസ്സിലാക്കുക. അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ഇനി എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മക്കളെ നൽകിയെന്നറിയോ? എന്തിനാണ് മക്കളെ നൽകിയെന്നറിയോ? ഖുർആനിലെ ഖുർആനിലെ 8-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ
അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് നമ്മളെ മക്കളെ നൽകിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ആയത്ത് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. واعلموا أنما أموالكم وأولادكم فتنة وأن الله عنده أجر عظيم. വഅലമു അന്നമ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. വഅലമു, നിങ്ങൾ അറിയണം, തീർച്ചയായും നിങ്ങളുടെ വഅലമു അന്നമ അംവാലുക്കും, നിങ്ങളുടെ സമ്പത്തും ആൻഡ് യുവർ ചിൽഡ്രൻ ഫിത്ന, നിങ്ങൾക്കൊരു പരീക്ഷണമാണെന്നാണ്. സോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മക്കളെ നൽകിയിട്ടുള്ളത്. സോ നമ്മുടെ മക്കളും നമ്മുടെ പണവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പരീക്ഷണമാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. സോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മക്കളെ നൽകിയതിന് നിങ്ങൾ സ്ഥിരമായിട്ട് പടച്ചവനോട് നന്ദി പറയാറുണ്ടോ? നിങ്ങൾ ശുക്ർ ചെയ്യാറുണ്ടോ? കാരണം ഈ ലോകത്ത് മക്കളില്ലാണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ? അതുകൊണ്ട് ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു GCC കൺട്രിയിൽ നിന്ന് ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ യാത്ര ചെയ്യായിരുന്നു. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങൾ നാട്ടിൽ പോയിട്ട് ഓൾമോസ്റ്റ് 2-3 വർഷമായി. ഞാൻ ചോദിച്ചാൽ എന്താ പോകാത്തത്? നാട്ടിലേക്ക് പോകാൻ വൈഫിന് തീരെ താല്പര്യമില്ല. അപ്പോൾ എന്താ, ഞാൻ നമ്മൾ അടുത്ത് കുറച്ച് ക്ലോസ് ആണ്, അതുകൊണ്ട് ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ അവർക്ക് കുട്ടികളില്ല. അവർക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് തന്നെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നാട്ടിലെ ഓരോരുത്തർ ചോദിക്കും, എന്താ ഈ കുട്ടി ആയില്ലേ വിശേഷമായില്ലേ. അപ്പോൾ ഈ ചോദ്യം കേട്ട് ഈ പെൺകുട്ടി ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാട്ടിലെ ആളുകളെ ഫേസ് ചെയ്യാൻ മടിച്ചുകൊണ്ട് വർഷങ്ങളായിട്ടിപ്പോൾ അവിടെ താമസിക്കണം, പുറത്ത് GCC കൺട്രിയിൽ താമസിക്കുകയാണ്. അപ്പോൾ സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മക്കളെ നൽകി. അത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ അതിന് അള്ളാഹുവിനോട് വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അതില്ലാണ്ട് കഷ്ടപ്പെടുന്ന, ഡിപ്രഷൻ അടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്, സമൂഹത്തിൽ നിന്ന് ഒരുപാട് അകന്ന് ജീവിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ അതിനുവേണ്ടി ഒരുപാട് പണം ചിലവഴിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? മക്കൾ കിട്ടാൻ വേണ്ടി ഒരുപാട് പണം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് അൽഹംദുലില്ലാഹ് അള്ളാഹു നിങ്ങൾക്ക് മക്കൾ നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് നന്ദി പറയാം. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് ഹെൽത്ത് പ്രോബ്ലം ഇല്ലെങ്കിലും നമ്മൾ ഡബിളായിട്ട് നന്ദി പറയാം. കാരണം ഹെൽത്ത് പ്രോബ്ലം കൊണ്ട് ഫേസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഓട്ടിസം പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. മാനസികമായി വൈകല്യമുള്ള കുട്ടികളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. ജീവിതത്തിൽ ഒരു കുട്ടി ഉണ്ടായതിൻ്റെ പേരിൽ ജീവിതത്തിൽ വീട്ടിൽ നിന്ന് പുറത്തു പോകാത്ത ഒരുപാട് ഉമ്മമാരുണ്ട്. കാരണം വീട്ടിൽ നിന്ന് ഇത്തരം പ്രയാസമുള്ള കുട്ടികളായിട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. അവർ പല പ്രശ്നങ്ങളുണ്ടാക്കും, അവർ വയലൻ്റ് ആകും. ഒരിക്കലും ഒരു ഉമ്മയുടെ കൈ കണ്ടത് നിറച്ച് കൈ കടിച്ചതാണ്, ഒരു കുട്ടി കടിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുള്ള മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാടുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ നല്ല മക്കളെ നൽകിയിട്ടുണ്ടെങ്കിൽ, ഈ പ്രയാസമുണ്ടെങ്കിൽ പോലും അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കുക. വട്ടെവർ നമുക്ക് മക്കളെ നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയാം. ഇതാണ് നമ്മുടെ ഒരു ക്ലാസ്സിന് ആദ്യത്തെ ആക്ടിവിറ്റി. നമ്മൾ എന്ത് ചെയ്യണം? പടച്ചവനോട് ശുക്ർ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചത് ഫിത്രത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് അല്ലെ? കുഞ്ഞുങ്ങൾ തെറ്റുകാരായിട്ടാണ് ജനിക്കുന്നില്ല, അവർ ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. എന്നാലോ അവൻ്റെ പേരൻസ്, അവൻ്റെ ഫാമിലി, റിലേറ്റീവ്സ്, സമൂഹം, ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് മൂലമാണ് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. കുട്ടികളൊരു വീഡിയോ ക്യാമറ പോലെയാണ് അല്ലേ? ആ ക്യാമറയിൽ ഒരു ക്യാമറ നമ്മുടെ റൂമിൽ ഓണാക്കിയിട്ട് എന്ത് സംഭവിക്കും? എന്തൊക്കെ ഒപ്പിയെടുക്കും? അതുപോലെ നമ്മുടെ കുട്ടികൾ ഓരോ കാര്യങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളും ഇസ്ലാമിക് വാല്യൂസും ഒക്കെ ലൈഫിൻ്റെ പല അവരുടെ സിറ്റുവേഷനിൽ നിന്നും പല ആളുകളിൽ നിന്നൊക്കെ അവർ പഠിച്ചതാണ്. കുട്ടികൾ ആരിൽ നിന്നൊക്കെ പഠിക്കും? കുട്ടികൾ പ്രധാനമായിട്ടും അവരുടെ പേരൻസിൻ്റെ നിന്ന് പഠിക്കും അല്ലേ? ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന അറിയുന്നതാണ് പേരൻസിൻ്റെ നിന്ന് പഠിക്കും. പേരൻസിൻ്റെ സ്വഭാവം, പേരൻസിൻ്റെ നമസ്കാരം, പേരൻസിൻ്റെ ബിഹേവിയർ, അതൊക്കെ കുട്ടികൾ പഠിക്കും. പിന്നെ അറിയുന്ന പഠിക്കുക, പിന്നെ കുട്ടികൾ അവരുടെ സിബ്ലിങ്സ്, ബ്രദർ ഓർ സിസ്റ്റർ, ഇവരിൽ നിന്നൊക്കെ പഠിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ബ്രദർ കുട്ടിയുടെ മൂത്തെത്താത്ത നല്ല ഇസ്ലാമിക് വാല്യൂസൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു എത്താത്തയാണെങ്കിൽ സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ കുട്ടിക്ക് ആ ഒരു ഇസ്ലാമിക് വാല്യൂസൊക്കെ കിട്ടും. ഓക്കെ, സോ പേരൻസിൽ നിന്ന് പഠിക്കും, സിബ്ലിങ്സ് നിന്ന് പഠിക്കും, പിന്നെ കുട്ടിയുടെ റിലേറ്റീവ്സ് നിന്ന് പഠിക്കും. നമ്മുടെ വീട്ടിലുള്ള പല റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ ആ റിലേറ്റീവ്സ് നിന്നൊക്കെ എന്ത് ചെയ്യും? കുട്ടികൾ പഠിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഇസ്ലാമിക് വാല്യൂസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷേ വീട്ടിലെ ചില റിലേറ്റീവ്സ് അവർ ഫോണിൽ പല ആവശ്യമില്ലാത്ത റീൽസും ആവശ്യമില്ലാത്തൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടി അവിടെ പോയിരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? നമുക്ക് റിലേറ്റീവ്സിനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ കുട്ടി അവരുടെ ഫോണിൽ നിന്ന് കാണുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടിക്ക് പാരൻസ് ഇൻഫ്ലുവൻസ് ഉണ്ട്, സിബ്ലിങ്സ് ഇൻഫ്ലുവൻസ് ഉണ്ട്, റിലേറ്റീവ്സ് ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നെയോ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്.
അവൻ്റെ ഫ്രണ്ട്സും ചങ്ങാതിമാരിൽ നിന്നുള്ള ഒരുപാട് ബിഹേവിയറും ചങ്ങായിമാരുടെ സ്വഭാവവും ഒക്കെ കുട്ടികൾക്ക് കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം കുട്ടികളുടെ കൂടെ ആരാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ പഠിക്കാൻ കാരണമാവും. അതുപോലെ തന്നെ നമ്മളെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ഇപ്പോൾ ചില സ്കൂളുകളുണ്ട് കുട്ടികൾക്ക് ഇസ്ലാമിക് വാല്യൂസ് ഫോളോ ചെയ്യാൻ സമ്മതിക്കാത്ത സ്കൂളുണ്ട്, തട്ടമിടാൻ സമ്മതിക്കാത്ത സ്കൂളുണ്ട് കുട്ടികളെ, അതുപോലെ തന്നെ നിസ്കരിക്കാൻ സമ്മതിക്കാത്ത സ്കൂളുകളുണ്ട്. അപ്പോൾ ഇത്തരം സ്കൂളുകളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ സ്കൂളുകൾ പഠിക്കുന്ന കുറേ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ മേ ബി മൈ മിസ്റ്റേക്ക്, മേ ബി ഞാൻ കാണാത്തതുകൊണ്ടാവും ഇങ്ങനെ തട്ടം ഇടാണ്ട് ചെറുപ്പത്തിൽ പഠിച്ച കുട്ടികൾ, ആ കുട്ടികളെ ഞാൻ വലുതായിട്ട് ആരും ഹിജാബ് പ്രോപ്പറായി ധരിച്ച ഒരു കുട്ടിനെ പോലും ഞാൻ കണ്ടിട്ടില്ല. മേ ബി മൈ മിസ്റ്റേക്ക്, ഞാൻ കാണാത്തതുകൊണ്ടാവും. അപ്പോൾ അത് മനസ്സിലാവുന്ന വെച്ചാൽ മിക്ക കുട്ടികളും ഇത്തരം സ്കൂളുകളിൽ മക്കൾ നമ്മൾ വിടുകയാണെങ്കിൽ അവിടെ നിന്നുള്ള കൾച്ചർ, അല്ലെങ്കിൽ പാരൻസ് അത്രയും ദീനിയായിട്ടുള്ള പാരൻസാണ്, ചേഞ്ച് വരണം. നോർമലി ഇത്തരം സ്കൂളുകളിൽ നിന്ന് ഉള്ള ഇസ്ലാമിക് വാല്യൂസ് നമ്മുടെ കുട്ടികൾക്ക് വലിയ റോളാണുള്ളത്. കാരണം അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സമയം അവർ സ്പെൻഡ് ചെയ്യുന്ന സ്കൂളിലാണ്. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള എത്ര സമയം കുട്ടിയുടെ ലൈഫിലെ ഏറ്റവും അധികം സമയം ബിഹേവിയറും സ്വഭാവവും ക്യാരക്ടറും ഒക്കെ ഫോം ചെയ്യുന്നത് പ്രധാനമായിട്ടും സ്കൂളിലാണ്. അപ്പോൾ അവിടെ ഇസ്ലാമിക് സ്കൂൾ അല്ലെങ്കിൽ പോലും ആൻറ്റി ഇസ്ലാമിക് സ്കൂൾ ആവാണ്ടിരിക്കുക നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ആൻറ്റി ഇസ്ലാമിക് സ്കൂൾ എന്താണ്? തട്ടവിടാൻ സമ്മതിക്കാത്ത സ്കൂൾ ആൻറ്റി ഇസ്ലാമിക് സ്കൂളാണ്. നിസ്കരിക്കാൻ ജുമാക്ക് വിടാത്ത സ്കൂൾ ആൻറ്റി ഇസ്ലാമിക് സ്കൂളാണ്. പിന്നെ കാലിൻ്റെ ഡ്രസ്സ് താഴെ വരെ ധരിക്കാൻ സമ്മതിക്കാത്ത സ്കൂൾ ആൻറ്റി ഇസ്ലാമിക് സ്കൂളാണ്. അപ്പോൾ അങ്ങനത്തെ സ്കൂളിലൊന്നും മക്കൾ നമ്മൾ എന്ത് ചെയ്യരുത്, പഠിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ കാണുന്ന മീഡിയക്ക് വലിയ റോളുണ്ട്. എന്തൊക്കെ റീൽസ് എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികൾ കാണുന്നത്, അതുപോലെ തന്നെ ആരൊക്കെ വീഡിയോ ആണ് കാണുന്നത്, ആരൊക്കെയാണ് ഇവിടെ ഇൻഫ്ലുവൻസർ എന്നുള്ള വാക്ക് ഞാൻ പറയാൻ പാടില്ല, എന്നാലും അങ്ങ് മനസ്സിലാൻ വേണ്ടി പറയണേ, ഏതൊക്കെ ഇൻഫ്ലുവൻസർമാരാണ് ഇവന്മാർ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ മീഡിയയിലും കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ റോളുണ്ട്. പിന്നെ നമ്മുടെ സൊസൈറ്റി ഫോർ എക്സാമ്പിൾ, നമ്മൾ നല്ലൊരു മഹല്ലിലാണ്, നല്ല ഇസ്ലാമിക് വാല്യൂസും ഇസ്ലാമിക് ക്ലാസ്സുകളൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു മഹല്ലിലാണ് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ മഹല്ലിലുള്ള പല നല്ല കാര്യങ്ങളും നമ്മുടെ കുട്ടികൾക്ക് കിട്ടും. അതിലൂടെ പല കാര്യങ്ങളും കുട്ടികൾക്ക് കിട്ടും. അപ്പോൾ എന്തൊക്കെയായിരുന്നു? നമ്മുടെ പേരൻസിന് ഇൻഫ്ലുവൻസ് ഉണ്ട്, സിബ്ലിങ്സിന് ഇൻഫ്ലുവൻസ് ഉണ്ട്, റിലേറ്റീവ്സിന് ഇൻഫ്ലുവൻസ് ഉണ്ട്, ഫ്രണ്ട്സിന് ഇൻഫ്ലുവൻസ് ഉണ്ട്, അതുപോലെ തന്നെ സൊസൈറ്റിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്, മീഡിയക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്, പിന്നെയോ സ്കൂളിനും കുട്ടികളുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഓക്കെ. ഖുർആനിലെ 8-ാം അധ്യായം 28-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു ഫിത്ന ആയിക്കൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ ഞാൻ മക്കളെ ഏൽപ്പിച്ചത്. നിങ്ങൾക്കൊരു പരീക്ഷണമായിട്ടാണ് നിങ്ങളുടെ മക്കളെ ഞാൻ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മക്കളുടെ ഈ ഏരിയാസിലൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. ഓക്കെ. നമ്മൾ നല്ല പേരൻസ് ആവുക, നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നല്ല ഇസ്ലാമിക് വിദ്യാഭ്യാസവും ഇസ്ലാമിക് വാല്യൂസും ഉള്ള സ്കൂൾ നമ്മൾ മക്കളെ ചേർത്തുക, ആൻറ്റി ഇസ്ലാമിക് സ്കൂൾ ആവാണ്ടിരിക്കുക, മക്കൾക്ക് നല്ല ഫ്രണ്ട് സർക്കിളിൽ മക്കളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, മക്കൾക്ക് നല്ല കൾച്ചറുള്ള നല്ല മഹലിൻ്റെ ഭാഗമാകാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കുക. സോ നമ്മുടെ മക്കൾ ഇത്രയും കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ മക്കൾ അവരുടെ ലൈഫിൽ ഇസ്ലാമിക് വാല്യൂസ് വരുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മളെ മക്കളുടെ സ്വഭാവ രൂപീകരണത്തിൽ നമ്മൾ പേരൻസായ നമ്മളുടെ സ്വാധീനം എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ. സോ റോൾ ഓഫ് പേരൻസ്. നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കുന്നത്? നമ്മളിൽ നിന്നാണ് അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് എന്താണ്? നമുക്ക് ഫിത്ന പരീക്ഷണമായിട്ട് തന്നാണ്. എന്തൊക്കെയാണ് പഠിക്കുന്നത്? നമ്മളുടെ സംസാരം കുട്ടികൾ വാച്ച് ചെയ്യുന്നത്, അല്ലേ? നമ്മളുടെ സംസാരം, നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് പറയുന്നത്, നമ്മൾ പരദൂഷണം ആൾക്കാരെ പറ്റി, നമ്മൾ വേറെ ആൾക്കാരെ പറ്റി ബാക്ക് ബൈറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മൾ കളവ് പറയുന്നുണ്ടോ, അല്ലേ? നമ്മൾ കളവ് പറയുകയാണെങ്കിൽ നമ്മുടെ മക്കൾ എന്ത് ചെയ്യും? കളവ് പറയാൻ വേണ്ടി പഠിക്കും. നമ്മൾ ലീവാക്കിയെന്ന് വിചാരിക്കുക, എന്തെങ്കിലും ആവശ്യത്തിന് ലീവാക്കി, പിന്നെ കല്യാണത്തിന് ലീവാക്കി, നമ്മൾ കുട്ടിക്ക് എഴുതി കൊടുക്കുകയാണ്, ടുഡേ മൈ സൺ ഈസ് അണേബിൾ ടു യെസ്റ്റർഡേ മൈ സൺ വാസ് അണേബിൾ ടു അറ്റൻഡ് ദ ക്ലാസ് ഡ്യൂ ടു സിവിയർ ഹെഡേക്ക് ആൻഡ് ഫീവർ എന്ന് നമ്മളൊരു എഴുതി കൊടുത്തെന്ന് വിചാരിക്കുക. നമ്മുടെ കുട്ടി പഠിക്കും, കള്ളത്തരം. അത് നല്ല മെത്തേഡാണല്ലോ. കല്യാണത്തിന് പോവുക, ലീവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, പിന്നെ ലീവ് ലെറ്ററിൽ കള്ളത്തരം പറയാം. അപ്പോൾ ഇങ്ങനെ നമ്മളിൽ നിന്നുള്ള വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സംസാരങ്ങളും, നമ്മൾ ദേഷ്യം വന്നാൽ നമ്മളെങ്ങനെ ബിഹേവിയർ ചെയ്യുന്നു, നമുക്ക് ദുഃഖം വന്നാൽ നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യും, ഇതൊക്കെ മക്കൾ നമ്മളെ എന്ത് ചെയ്യാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ. നമ്മുടെ ടോക്ക്. പിന്നെ എന്തൊക്കെ നമ്മൾ മക്കൾ പഠിക്കുന്നുണ്ടെന്നറിയോ? നമ്മുടെ ഡ്രസ് കോഡ്. നമ്മുടെ ഡ്രസ് കോഡ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ?
മുസ്ലിം പേരുള്ള ആളല്ല മുസ്ലിം. മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഹു ഒബേ ഹിസ് വിൽ ടു ദ വിൽ ഓഫ് ഓൾമൈറ്റി ഗോഡ്. അതായത് തൻ്റെ ആഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ ആഗ്രഹങ്ങൾക്ക് മേൽ സമർപ്പിക്കുന്ന ആളാണ് ഒരു മുസ്ലിം. അപ്പോൾ ഒരു മുസ്ലിം അവനക്കും അവൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിക്സ് ചെയ്തെടുത്ത ഡ്രസ് കോഡ് നമ്മൾ ഫോളോ ചെയ്യണം. ഈ ഒരു ഡ്രസ് കോഡ് ഫോളോ ചെയ്യൽ ഇസ്ലാമിൽ ഫർളാണ്, സുന്നത്തല്ല, കമ്പൽസറിയാണ്. അത് 100% നിർബന്ധമുള്ള കാര്യമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ഒരുപാട് സഹോദരിമാർ ഇസ്ലാമിക് ഡ്രസ് കോഡ് ഫോളോ ചെയ്യാണ്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നാളെ നിങ്ങളുടെ മക്കളും എന്ത് ചെയ്യില്ല, ഫോളോ ചെയ്യില്ല. കാരണം നിങ്ങളിൽ നിന്നാണ് പഠിക്കുന്നത്. കാരണം നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച കുട്ടികൾ ഇന്ന് കാണുന്ന സമയത്ത് അന്ന് ഉമ്മമാർ ഇസ്ലാമിക് ഡ്രസ് കോഡ് ഫോളോ ചെയ്ത ഉമ്മമാർ പഠിപ്പിച്ച മക്കൾ അല്ല, അന്ന് കുട്ടികളാക്കി തരാൻ വേണ്ടി വരുമ്പോൾ ഇസ്ലാമിക് ഡ്രസ് കോഡ് ഫോളോ ചെയ്ത ഉമ്മമാരുണ്ടായിരുന്നു. അവരുടെ മക്കൾ ഇന്ന് ഇസ്ലാമിക് ഡ്രസ് കോഡ് ഫോളോ ചെയ്യുന്നുണ്ട്. അന്ന് ഇസ്ലാമിക് ഡ്രസ് കോഡ് ഫോളോ ചെയ്യാത്ത ഉമ്മമാരുണ്ടായിരുന്നു. ഇന്ന് അവരുടെ മക്കളെ കാണുമ്പോൾ ഉമ്മനെക്കാട്ടിയും അതപ്പതിച്ച കോലത്തിലാണ് ഇന്ന് മക്കളുള്ളത്. അപ്പോൾ നമ്മളുടെ ഡ്രസ് കോഡ് നമ്മുടെ മക്കൾ ഫോളോ ചെയ്യുന്നത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം നമ്മളുടെ ഇസ്ലാം നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യും, നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മളെ മക്കൾ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ടോ, നമ്മൾ ദിക്റുകൾ ചെല്ലുന്നുണ്ടോ, നമ്മൾ ദുആകൾ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ അനുസരിച്ചാണ് നമ്മുടെ മക്കളുടെ ഇസ്ലാമിക് പ്രാക്ടീസ്. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് അത് അവരുടെ ലൈഫിൽ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മൾ ഫാമിലിയിലൊക്കെ വിസിറ്റ് ചെയ്യുന്ന ആളാണോ, നമ്മൾ രോഗിയായ ആളുകളെ പോയി നമ്മൾ കാണുന്നവരാണോ, നമ്മുടെ മക്കളും കാണും. നമ്മുടെ പേരൻസിനെ അത് നോക്കുന്നുണ്ടോ, നമ്മുടെ പേരൻസിൻ്റെ കൂടെ നമ്മൾ സമയം ചിലവഴിക്കുന്നുണ്ടോ, നാളെ നമ്മുടെ മക്കൾ ഇതുപോലെ ആവും. അപ്പോൾ നമ്മളിൽ നിന്ന് നമ്മുടെ മക്കൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ലൈഫ് മക്കൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ കൃത്യമായിട്ട് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. നമ്മുടെ മക്കൾക്ക് നമ്മൾ പ്രോപ്പറായ ഇസ്ലാമിക് വാല്യൂസ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ 8-28 നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചതാണ്. ഒന്ന്, നമുക്ക് ഈ ദുനിയാവിൽ സമാധാനം ഉണ്ടാവില്ല, നമുക്ക് പരലോകത്ത് നമുക്ക് സമാധാനം ഉണ്ടാവില്ല. 2, നമ്മുടെ മക്കൾ ഇസ്ലാമിക് വാല്യൂസ് ഇല്ലെങ്കിൽ അവർ വഴി വഴിച്ചു എന്നുള്ളതായിരുന്നു 100% ഉറപ്പാണ്. 4, നമുക്ക് ഇതിൻ്റെ പേരിൽ നമുക്ക് കുറ്റം കിട്ടിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മക്കൾക്ക് വേണ്ടത്ര ഗൈഡൻസ് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ തിന്മക്കും കുറ്റം നമുക്ക് കിട്ടും. നേരെ മറിച്ച് നമ്മളെല്ലാം പഠിപ്പിച്ചു കൊടുത്തു, എല്ലാ വാല്യൂസും നമ്മൾ ടീച്ചിങ്സും ഒക്കെ നമ്മൾ പഠിപ്പിച്ചു, നമ്മൾ നല്ല നർച്ചർ ചെയ്തു, എന്നിട്ട് അവർ 20-30 വയസ്സ് അവർ ഡിവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറ്റമില്ല. നേരെ മറിച്ച് ഈ വാല്യൂസും തോന്നും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ആർ ആൻസറബിൾ ടു അല്ലാഹു സുബ്ഹാനഹു വ തആല. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇസ്ലാമിക് പാരൻറ്റിങ്ങിൻ്റെ റെലവൻസ് ഇവിടെയാണ് കിടക്കുന്നത്. നമ്മൾ മരിച്ചാലും നമുക്ക് കുറ്റം കിട്ടും, മരിച്ചാലും ഖബറിലേക്ക് നമുക്ക് കുറ്റം കിട്ടിക്കൊണ്ടിരിക്കും. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ക്രിട്ടിക്കൽ. നേരെ മറിച്ച് മക്കൾക്ക് നല്ല ഇസ്ലാമിക് വാല്യൂസ് നമ്മൾ നൽകുകയാണെങ്കിലോ അവരെന്തൊക്കെ ചെയ്യുന്നുവോ അതിൻ്റെ റിവാർഡ്സ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അവർ ചെയ്യുന്ന ചാരിറ്റിക്കും, അവർ ചെയ്യുന്ന ഖുർആൻ പാരായണത്തിനും, അവർ ചെയ്യുന്ന എല്ലാ നന്മക്കും നമുക്ക് ഖബറിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ, ഫ്യൂച്ചർ തലമുറ ഒക്കെ ചെയ്യുന്ന നന്മകൾക്കൊക്കെ നമുക്ക് പുണ്യം കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇസ്ലാമിക് പാരൻറ്റിങ്ങിൻ്റെ സ്റ്റെപ്സ് നമുക്ക് പഠിക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇസ്ലാമിക് പാരൻറ്റിങ്ങിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ട് സ്റ്റെപ്സ് നമ്മൾ പഠിക്കാൻ പോവാണ്. ആ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നമ്മുടെ മക്കളെ നർച്ചർ ചെയ്യാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.